ഡിയർ സ്റ്റുഡൻസ്, മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പരിശീലിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും പ്രയോജനപ്പെടുന്ന ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 പോയിന്റുകളിൽ 28ാമത്തത് ദ 28th വൺ. ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടിലെ പ്രധാനപ്പെട്ട പോയിന്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. നമ്മുടെ പ്രധാനപ്പെട്ട കൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുന്നേ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, യൂണിവേഴ്സൽ ലോ, മീഡിയത്തിന് ഡിപ്പെൻഡബിൾ അല്ലാത്ത, സപ്പോസ് വി ആർ വിത്ത് ടു മാസസ്, സേ m1 ആൻഡ് m2, ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r അപ്പാർട്ട് ആണെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു g m1 m2 ദാറ്റ് ഡിവിഷൻ ബൈ r സ്ക്വയർ. ആദ്യമേ ഓർക്കുക, ദർ ഇസ് എ നെഗറ്റീവ് സൈൻ ഹിയർ. റീസൺ, ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവൻ ആൾവേസ് അട്രാക്റ്റീവ് ആണ് എന്നൊരു കൺസെപ്റ്റ് മനസ്സിൽ ഓർക്കുക. സാധാരണ പോയിൻ്റ് ഓബ്ജക്ട്സുകൾ ബേസ് ചെയ്തിട്ടാണ് അത് ഒബേഡ് ആകുന്നു എന്നുള്ള കാര്യം മേലിരിക്കട്ടെ. ക്യാപിറ്റൽ G എന്ന് പറയുന്നത് മീഡിയത്തിന് ഡിപ്പെൻഡബിൾ അല്ലാത്ത യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണെന്ന് ഓർക്കുക. അത് SI സിസ്റ്റം വരുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയറും, അത് CGS ആസ്പെക്ട്സിലേക്ക് വരുമ്പോൾ 6.67 × 10⁻8 9 സെൻറ്റിമീറ്റർ സ്ക്വയർ ബൈ ഗ്രാം സ്ക്വയർ. അപ്പോൾ മീഡിയത്തിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് കീപ്പ് ഇൻ മൈൻഡ്, നമ്മുടെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട 1-2 കൺസെപ്റ്റ്സിലൊന്ന് ഇത് കൺസർവേറ്റീവ് ആണ്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഒരു ക്ലോസ്ഡ് പാത്തിന് വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നൊരു കൺസെപ്റ്റ് ഓർക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് സെൻട്രൽ ആണ്. ദ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഓർക്കണമേ, 2 ഓബ്ജക്ട്സുകൾ എടുത്തു കഴിഞ്ഞാൽ അത് ആക്ട് ചെയ്യുന്നത് എലോങ് ദ ലൈൻ ജോയിനിങ് ദം. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ആൻഡ് കീപ്പ് ഇൻ മൈൻഡ്, ഇറ്റ് ഈസ് സെഡ് ടു ബി വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ ദ നേച്ചർ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. എന്താണ് നമ്മളുടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ? ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് മാസ് ഉണ്ടെന്നിരിക്കട്ടെ. സേ m1 മാസ്, m2 മാസ്, m3 മാസ്, അങ്ങനെ n മാസ് പാർട്ടിക്കിൾ ഉണ്ട് എന്നിരിക്കട്ടെ. അവ തമ്മിലുള്ള പൊസിഷൻ വെക്ടേഴ്സ് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തു എന്നിരിക്കട്ടെ. സോ അവർ എയിം ഈസ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2, 3, 4. Vectorically we can represent that the force on 1, the force on 1 due to 2 plus the force on 1 due to 3 plus the force on 1 due to 4 plus etc. plus the force on 1 due to n1. So അവിടെ നമുക്കറിയാം that m1, the force on 1 due to m2. So m2 m1നെ അട്രാക്ട് ചെയ്യും എന്നൊരു കൺസെപ്റ്റ് നമുക്കറിയാം. ഇറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ അപ്പോൾ ആ ഡയറക്ഷൻ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികപരമായിട്ട് ആ ഡിസ്റ്റൻസിനെ നമുക്ക് മാർക്ക് ചെയ്യാം ആസ് r12. സോ r1 മൈനസ് r2. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഓർക്കുക, r12. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്ടോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം g m1 m2. ദാറ്റ് പൊസിഷൻ r12 ഡയറക്ഷൻ നമുക്ക് യൂണിറ്റ് വെക്ടർ ബേസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം ആസ് r12 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് the nth contribution as a g m1 mn by r1n square into r1n cap. That is very important one. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ യു ഹാവ് ടു ടേക്ക് ദ വെക്ടർ സം ഓഫ് ദ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ്. അത് ബേസ് ചെയ്ത് ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിലേക്ക് നമുക്ക് വരാം. 3 masses each of equal to capital M are placed at the 3 corners of a square of side A. അപ്പം ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എ ആണ്. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓൺ യൂണിറ്റ് മാസ് പ്ലേസ്ഡ് അറ്റ് ദ 4th കോർണർ. നമുക്ക് ക്യാപിറ്റൽ M മാസ് ഉണ്ടെന്നിരിക്കട്ടെ. അറ്റ് ദ 1th പ്ലേസ്, 1st പ്ലേസ്, 2nd പ്ലേസ്,
third place, and the unit mass small m, that is equal to 1 value at the fourth place. So our aim is to find what is the force on this one. So have to find what is the force on 4 due to 1, 2, 3 that is under consideration. അപ്പോൾ നമ്മൾ ഇൻറ്റ്യൂറ്റീവലായിട്ട് കാണാൻ ശ്രമിക്കുമ്പോൾ അറ്റ് ഫസ്റ്റ് വി ക്യാൻ അനലൈസ് വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ 4 ടു ദ ഫസ്റ്റ് വൺ. സോ അപ്പോൾ അവ തമ്മിലുള്ള സെപ്പറേഷൻ തന്നെയാണ് 4ഉം 3യും തമ്മിലുള്ളത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കോൺട്രിബ്യൂഷൻ, ആദ്യം ഡയറക്ഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, അട്രാക്ഷനാണ്. സോ ദാറ്റ് ഈസ് ദ ഫോഴ്സ് ഓൺ 4 ഡ്യൂ ടു 1. അതേപോലെ ഇവർ തമ്മിലുള്ള കോൺട്രിബ്യൂഷൻ 4ഉം 3യും ഒരേ മാഗ്നിറ്റ്യൂഡാണ്, പക്ഷേ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. സോ അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ നമ്മളൊന്ന് കണ്ടുപിടിച്ചാൽ അവരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് എഴുതാം 4, 3 is equal to G into m that division by അവ തമ്മിലുള്ള സെപ്പറേഷൻ a². വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. പക്ഷേ ഇവർ തമ്മിൽ 90 ഡിഗ്രിയാണ്, ഈക്വൽ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. സോ നമുക്കതിനെ 4 ഡ്യൂ ടു 1, 3 എന്ന് നമുക്ക് കൊടുക്കാം. സോ നമുക്ക് സിമ്പിളായിട്ട് ദ റിസൾട്ടൻ്റ് വാല്യൂ ഡ്യൂ ടു 1, 3 എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്, ഇൻക്ലൈൻഡ് ടോട്ടൽ 90 ഡിഗ്രിയാണ്. നമുക്ക് √2 ടൈംസ് ഓഫ് ദ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. സോ GMM/a². പക്ഷേ വീണ്ടും നമുക്കറിയാം ഒരു കോൺട്രിബ്യൂഷൻ കൂടെയുണ്ട്. ആ കോൺട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ നമ്മൾ ഇവൻ്റെയും കോൺട്രിബ്യൂഷൻ നമ്മൾ എടുത്തു. ഇനി ഇവൻ്റെത് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ക്യാപിറ്റൽ M വിൽ അട്രാക്ട് ദാറ്റ് വൺ along the same direction. So we can say the force on 4 due to 2. So the force on 4 due to 2 that is equal to, നമുക്ക് സിമ്പിളായിട്ട് ആ വാല്യൂ എന്ന് പറയുന്നത് G into അവയുടെ പ്രോഡക്ട്സ് ഡിവിഷൻ ബൈ the separation is the diagonal. So we can say √2a². So you get the value GMM/2 into a². അപ്പോൾ ആ ഡയറക്ഷനും നേരത്തെ രണ്ടെണ്ണത്തിൻ്റെ കോൺട്രിബ്യൂഷനും ഒരേ ഡയറക്ഷനിലാണ്. സോ ദ നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇൻ മാഗ്നിറ്റ്യൂഡ് നമുക്ക് സിമ്പിളായിട്ട് പറയാം രണ്ടിൻ്റെ അഡീഷനാണ്. ദാറ്റ് ഈസ് GMM/2a² പ്ലസ് √2 GMM/a². സോ സിമ്പിളായിട്ട് നമുക്ക് കോമൺ ഫാക്ടേഴ്സ് എടുത്താൽ സ്മോൾ എമ്മിൻ്റെ വാല്യൂ 1 ആണ്. സോ വി ക്യാൻ ഒമിറ്റ് ഇറ്റ്. സോ a² ഇൻറ്റു 1/2 പ്ലസ് √2. ആൻഡ് കീപ്പ് ഇൻ മൈൻഡ് ദ ഡയറക്ഷൻ. നമ്മളതിനെ ഒന്ന് മാർക്ക് ചെയ്താൽ ഇത് ABCD ആണെങ്കിൽ ഉറപ്പിച്ച് പറയാം ഇറ്റ് ഈസ് ആക്ടിങ് എലോങ് BD. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. അപ്പോൾ നമ്മൾ ഇൻറ്റ്യൂറ്റീവലായിട്ട് ഓരോന്നിൻ്റെയും കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചിട്ട് വെക്ടർ സം എടുക്കുകയാണെങ്കിൽ വി ഗെറ്റ് ദ റിസൾട്ടൻ്റ്. സോ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ്. സോ സ്റ്റുഡൻസ്, പ്ലീസ് ഷെയർ ദിസ് ചാനൽ ടു യുവർ ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.